അപ്പോൾ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കുറേ മാത്തമാറ്റിക്കൽ കാൽക്കുലസ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ അഡ്വാൻസ്ഡ് കാൽക്കുലസ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ സിമ്പിളായിട്ടുള്ള യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് വേണ്ടതാണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഓപ്പറേറ്റർ? ഓപ്പറേറ്റർ ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ടു ക്യാരി ഔട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അപ്പോൺ എ ഫംഗ്ഷൻ വിച്ച് ഈസ് കോൾഡ് ഓപ്പറൻറ്റ്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 എന്നുള്ളൊരു ഫംഗ്ഷനെ 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ഒരു ഓപ്പറേറ്റർ. അവിടെ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് വേറൊരു ഫംഗ്ഷൻ കിട്ടും. അനദർ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനകത്ത് ഓപ്പറേഷൻ നടത്തി കഴിയുന്ന കിട്ടുന്ന സാധനത്തിന് അനദർ ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ ഓപ്പറേറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. ആ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ മേളിൽ ഒരു ക്യാരറ്റ്, ഒരു സർക്കംഫ്ലെക്സ്, ഇങ്ങനൊരു സിമ്പൽ, ഇത് നോക്കി ഈ സിമ്പലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എ ക്യാപ്പ്, അത് വായിക്കുന്നത് എ ക്യാറ്റ്, എ ഹാറ്റ്, തൊപ്പി എന്നുള്ളൊരു മീനിങ്, എ ഹാറ്റ്. അപ്പോൾ അത് ഒരു ഓപ്പറേറ്ററാണ്. ടു ഇൻഡിക്കേറ്റ് എ ക്യാറ്റ് ആക്ടിങ് ഓൺ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷന് എ എന്നൊരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് എന്ത്? എ ക്യാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷന് എ ക്യാറ്റ് എന്നുള്ളൊരു ഓപ്പറേഷൻ നടത്തുമ്പോൾ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ കിട്ടും. സോ അനദർ ഫംഗ്ഷൻ കിട്ടുന്നു. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ നോക്കണമെങ്കിൽ ln a is equal to b. അപ്പം ln എന്ന് പറയുന്നതാണ് ഇവിടെ നടക്കുന്നത് നാച്ചുറൽ ലോഗരിതമാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. അത് a എന്നുള്ളൊരു ഫംഗ്ഷന് ഒരു ഫംഗ്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ b. b ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ നടത്തി കഴിയുമ്പോഴേക്ക് ആ എക്സ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആകാം, ഡിവിഷൻ ആകാം, എന്തുണ്ടെങ്കിലും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ വൈ എന്നുള്ളൊരു ആൻസർ കിട്ടുന്നു. അപ്പോൾ എക്സ് ഈസ് എ ഓപ്പറേറ്ററാണ്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ് ആകാം. അപ്പോൾ ഓപ്പറേറ്ററിലേക്ക് നമുക്ക് ലോഗരിതം ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആകാം, ഡി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ആകാം, സ്ക്വയർ റൂട്ട് ആകാം, ഇൻ്റഗ്രേഷൻ ആകാം, പാർഷ്യൽ ഡെറിവേറ്റീവ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അതൊരു ഫംഗ്ഷന് ചെയ്യും, ഓപ്പറേറ്ററിനെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് അനദർ ഫംഗ്ഷൻ കിട്ടുന്നു. അതാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റേഴ്സ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ഓപ്പറേറ്റേഴ്സ്, രണ്ട് ഓപ്പറേറ്റേഴ്സ് സം ചെയ്യുന്നത് ഡിഫറൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ രണ്ട് ഓപ്പറേറ്റർ എടുക്കുന്നു, എ ക്യാപ് ഹാറ്റും ബി ഹാറ്റും എടുക്കുന്നു. ഇപ്പോൾ എ ഹാറ്റും ബി ഹാറ്റും കൂടി എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷന് സം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എ ഹാറ്റ് പ്ലസ് ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ആണ്, ബി എന്ന് പറയുന്നത് എക്സ് ആണ്. എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ആണ് ഓപ്പറേറ്റർ, ബി ഹാറ്റ് എന്ന് പറയുന്നത് എക്സ് എന്നുള്ളൊരു ഓപ്പറേറ്ററാണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ എന്നുള്ളൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എ ഹാറ്റ് പ്ലസ് ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഡി ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ അടുത്താണ് എക്സ് സ്ക്വയർ, ഡി ബൈ ഡി എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ബി ഹാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എക്സ് ആണ്, എക്സ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഡി ബൈ ഡി എക്സ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x കിട്ടും, എക്സ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ x3 കിട്ടും. ഇപ്പോൾ 2x പ്ലസ് x3 ഇതാണ് നമ്മൾ സമ്മേഷൻ നടത്തുമ്പോൾ കിട്ടുന്നത്. ഇനിയിപ്പോൾ അത് രണ്ട് ഓപ്പറേറ്റർ നമ്മൾ ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിലോ നേരത്തെ നടത്തിയ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. എ പ്ലസ് ബി നടത്ത സ്ഥലത്ത് എ ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ സമ്മേഷനും അതുപോലെ തന്നെ ഡിഫറൻസ് നമ്മൾ കണ്ടു. ഇനി നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ വരുമ്പോഴേക്കൊന്ന് ശ്രദ്ധിക്കുക. അവിടെയാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രോഡക്റ്റ് ഓഫ് ടു ഓപ്പറേറ്റർ, രണ്ട് ഓപ്പറേറ്റർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്പറേറ്ററിൻ്റെ പ്രോഡക്റ്റ് അത് കമ്മ്യൂട്ടിംഗ് ആവാം, നോൺ കമ്മ്യൂട്ടിംഗ് ആവാം. അപ്പോൾ എന്താണ് കമ്മ്യൂട്ടിംഗ്, നോൺ കമ്മ്യൂട്ടിംഗ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ വീണ്ടും കോമൺ ആയിട്ട് എ ഹാറ്റ് ബി ഹാറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറേറ്റർ കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പം ഈ രണ്ട് ഓപ്പറേറ്ററുടെ കൂടെ പ്രോഡക്റ്റ് എ ഹാറ്റ് ഓഫ് ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് സീക്വൽ ടു നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ആദ്യം ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഈ ഫംഗ്ഷനെ ചെയ്യുമ്പോൾ നമുക്ക് അനദർ ഫംഗ്ഷൻ കിട്ടും. ആ ഓപ്പറേറ്ററിനെ ആ ഫംഗ്ഷനെ നമുക്ക് സെക്കൻഡ് ഓപ്പറേറ്റർ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സിനെ ബി ഹാറ്റ് വെച്ച് ചെയ്യുന്നു. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആ കിട്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എ ഹാറ്റ് വെച്ച് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് രീതിയാണ് ദ നൊട്ടേഷൻ ഫസ്റ്റ് അപ്ലൈ ടു നമ്മൾ ചെയ്യുന്നു. ഇനി
നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്കുള്ളൊരു രണ്ട് ഓപ്പറേറ്റർ ഉണ്ട്. ആ രണ്ട് ഓപ്പറേറ്റർ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുന്നത്. എ ഹാറ്റ് ഓഫ് ആൻഡ് ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, അപ്പോൾ എ ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? എ ഹാറ്റ് ഓഫ് ഇൻറ്റു ബി ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണെങ്കിൽ ഈ ടൈം ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ടൈമിന് അവിടെ നിർത്തിയിട്ട് അടുത്ത ടൈമിന് ആദ്യമേ ചെയ്യുന്നു. ബി ഹാറ്റ് ഇൻറ്റു എ ഹാറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. അത് രണ്ടും ഈക്വൽ ആണെന്നുള്ളൊരു കണ്ടീഷൻ പറയണതാണ്. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ വി സേ ദ ടു ഓപ്പറേറ്റർ ഏതൊക്കെയാണ്? എ ഹാറ്റും ബി ഹാറ്റും കമ്മ്യൂട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നു. ദെർഫോർ എ ഹാറ്റ് ബി ഹാറ്റ് ആർ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റർ. അപ്പോൾ ഈ രണ്ട് ഓപ്പറേറ്റർ എ ഹാറ്റും ബി ഹാറ്റും കമ്മ്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷനും എന്തായിരിക്കും? കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റർ ആയിരിക്കും. സോ ടു ഓപ്പറേറ്റർ എ ആൻഡ് ബി ആർ കമ്മ്യൂട്ട് ആൻഡ് ദാറ്റ് എ ഹാറ്റ് ആൻഡ് ബി ഹാറ്റ് ആർ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റർ. അപ്പോൾ അത് കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റർ ആണ് കണ്ടു. അപ്പോൾ ആ ഒരു ഫോമിനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യണേ. ആ ഒരു ഫോമിന് എ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നുള്ളൊരു ഫോമാണ് നമ്മളിപ്പോൾ കണ്ടു നിർത്തിയത്. എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇത്രയും ടൈമിനെ നമ്മൾ എക്സ് ക്യാപിറ്റൽ എക്സ് എന്ന് എടുക്കുക, ഇത്രയും ടൈമിന് നമ്മൾ ക്യാപിറ്റൽ വൈ എടുക്കുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നുള്ളൊരു ഫോമിൽ നിന്ന് നമ്മൾ നിർത്തി. ഇനി അതിനെ നമുക്ക് കുറച്ചും കൂടി ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതാം. ആ ഫോമിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എ ക്യാപ്പ് ഓഫ് ബി ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ബി ക്യാപ്പ് ഓഫ് എ ക്യാപ്പ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അല്ല, ഇപ്പോൾ എഫ് ഓഫ് എക്സ് കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എ ക്യാപ്പ് ഇൻറ്റു ബി ക്യാപ്പ് മൈനസ് ബി ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ക്യാപ്പ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. 0 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് നൾ ഓപ്പറേറ്റർ. ഒരു സാധനത്തിന് 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് നൾ ഓപ്പറേറ്റർ. അപ്പോൾ 0 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നൾ ഓപ്പറേറ്റർ ആയിരിക്കും. നൾ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ എപ്പോഴും 0 തന്നെ ആയിരിക്കും. വേർ 0 ക്യാപ്പ് ഈസ് ദ മൾട്ടിപ്ലൈയിങ് ബൈ 0 എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് നൾ ഓപ്പറേറ്റർ ആയിരിക്കും. അപ്പോൾ നൾ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. നമ്മൾ രണ്ട് സൈഡിലും ഓപ്പറേറ്റർ വെച്ച് കൊടുക്കുന്നു. ഈക്വൽ ടു 0 എന്ന് വന്നു കിട്ടി. ഇനി നമുക്ക് ഈ എഫ് ഓഫ് എക്സിന് പ്രത്യേകിച്ച് നോ സ്പെഷ്യൽ പ്രോപ്പർട്ടി, പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ഒന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷനാണ്. നമ്മൾ ഇക്വേഷൻ 3 എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഈ ഇക്വേഷന് എഫ് ഓഫ് എക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ ക്യാപ്പ് ഓഫ് ബി ക്യാപ്പ് മൈനസ് ബി ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 0 ഓപ്പറേറ്റർ. നൾ ഓപ്പറേറ്റർ നമ്മൾ 0 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ സാധാരണ അത് അവോയ്ഡ് ചെയ്യും. ദെർഫോർ ഒമിറ്റ് ദ ഹാറ്റ് ഓപ്പറേറ്റർ ലൈക്ക് നൾ ഓപ്പറേറ്റർ ആൻഡ് യൂണിറ്റ് ഓപ്പറേറ്റർ. യൂണിറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് സിംപ്ലി മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് യൂണിറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ടൈമിനകത്ത് നമ്മൾ ആ ഓപ്പറേറ്റർ ടൈം ഒഴിവാക്കി കഴിയും. ദെർഫോർ പ്രോഡക്റ്റ് ഓഫ് എ ക്യാപ്പ് ഇൻറ്റു ബി ക്യാപ്പ് മൈനസ് ബി ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. 0 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ 4-നകത്ത് എന്താണ്? എ ക്യാപ്പ് മൈനസ് ബി ക്യാപ്പ് ഇസ് ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യും? അതൊരു കമ്മ്യൂട്ട് ഓപ്പറേറ്റർ ആയിരിക്കും. LHS ഇക്വേഷൻ 4 ഈസ് കോൾഡ് കമ്മ്യൂട്ടേറ്റർ ഓപ്പറേറ്റർ ഓഫ് എ ക്യാപ്പ് ആൻഡ് ബി ക്യാപ്പ്. അപ്പോൾ നമുക്ക് അതിനെ ഷോർട്ട് ഫോമായിട്ട് എഴുതാം. സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് എ ക്യാപ്പ് കോമ ബി ക്യാപ്പ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താ? എ ക്യാപ്പ് ഇൻറ്റു ബി ക്യാപ്പ് മൈനസ് ബി ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ ഒരു പ്ലസിൻ്റെ ഈക്വൽ ടു സൈൻ വെച്ചൊക്കെ ഇപ്പോൾ കണ്ടായിരുന്നു. എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നുള്ള രീതിയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂട്ട് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അതിനെ പറയാം. ടു ഓപ്പറേറ്റേഴ്സ് എ ക്യാപ്പ് ആൻഡ് ബി ക്യാപ്പ് ആർ സെഡ് ടു ബി കമ്മ്യൂട്ട് ഈച്ച് അതർ. രണ്ടും കമ്മ്യൂട്ട് ആണെങ്കിൽ ഇഫ് ദെയർ കമ്മ്യൂട്ടേറ്റർ ഈസ് 0 ഓപ്പറേറ്റർ. ഇഫ് ദെയർ കമ്മ്യൂട്ടേറ്റർ ഈസ് 0 ഓപ്പറേറ്റർ. അതിൻ്റെ കമ്മ്യൂട്ടേറ്റർ എപ്പോഴേക്കും എന്തായിരിക്കും? 0 ഓപ്പറേറ്റർ ആയിരിക്കും. അത് തമ്മിലുള്ള കമ്മ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് ദാറ്റ് ഇസ് എ ഇൻറ്റു ബി ആൻഡ് ബി ഇൻറ്റു എ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ 0 എന്നുള്ളത് കമ്മ്യൂട്ടർ ഓപ്പറേറ്റർ ആയിരിക്കും. ഇനി ഒന്നും കൂടി നോക്കാം. രണ്ട് ഓപ്പറേറ്റർ നമ്മൾ വീണ്ടും എടുക്കുന്നു. എ ക്യാപ്പ് ആൻഡ് ബി ക്യാപ്പ് എടുക്കുന്നു. നമ്മൾ കണ്ടീഷൻ ചേഞ്ച് ചെയ്തു. എ ക്യാപ്പ് ഇൻറ്റു ബി ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? ഇത് രണ്ട് ഈക്വൽ ആണെന്നും പറഞ്ഞാണ് കണ്ടത്. നമ്മൾ തുടക്കത്തിൽ കണ്ടത് പ്രോഡക്റ്റിനകത്ത് എ ക്യാപ്പ് ഓഫ് ബി ക്യാപ്പ് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി ക്യാപ്പ് ഓഫ് എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിനകത്താണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് കമ്മ്യൂട്ടേറ്റർ ഓപ്പറേറ്റർ ആണ്, അത് 0 ഓപ്പറേറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നു? 2 ഓപ്പറേറ്റർ 0 ആണെങ്കിൽ എ ക്യാപ്പ് ഓഫ് ബി ക്യാപ്പ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 2 ഓപ്പറേറ്റർ എ ക്യാപ്പ് ആൻഡ് ബി ക്യാപ്പ് ആർ സെഡ് ടു ബി കമ്മ്യൂട്ട് ഈച്ച് അതർ ഇഫ് ദെയർ കമ്മ്യൂട്ടേറ്റർ ഈസ് ദ 0 ഓപ്പറേറ്റർ. അവൻ്റെ കമ്മ്യൂട്ടർ, അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ കമ്മ്യൂട്ട് ചെയ്ത് കിട്ടുന്ന സാധനം ഒരു 0 ഓപ്പറേറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷനകത്ത് എന്താ? ഇത് രണ്ട് നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യമേ ഒരു
ആദ്യത്തെ ടേംസിൽ ചെയ്തെടുക്കുമ്പോഴേക്ക് എ ക്യാപ്പ് ഓഫ് ബി ക്യാപ്പ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു ബി ക്യാപ്പ് ഓഫ് എഫ് എക്സ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനകത്താണ് നമ്മൾ പറയുന്നത് നോൺ കമ്മ്യൂട്ട് ഓപ്പറേറ്റർ. വി സേ ദ ടു ഓപ്പറേറ്റർ എ ക്യാപ്പ് ആൻഡ് ബി ക്യാപ്പ് ഡു നോട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ഇവ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴേക്കും ഒരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ടാകും, 0 കിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കണ്ടു, അപ്പോൾ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ്, അപ്പോൾ എക്സ് മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റ് അല്ല. സോ എ ആൻഡ് ബി ഡു നോട്ട് കമ്മ്യൂട്ട് ആൻഡ് എ ക്യാപ്പ് ആൻഡ് ബി ക്യാപ്പ് ആർ നോൺ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റർ. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വീണ്ടും നിങ്ങൾ മനസ്സിലായാലും വീണ്ടും ഒന്ന് കേട്ട് നോക്കുക. രണ്ട് ഓപ്പറേറ്റർ കമ്മ്യൂട്ടേറ്റ് ആണെങ്കിൽ അവിടെ പ്രോഡക്റ്റ് ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ അങ്ങനെ എ ഇൻറ്റു ബി is equal to ബി ഇൻറ്റു എ, അല്ലെങ്കിൽ എ ഇൻറ്റു ബി മൈനസ് ബി ഇൻറ്റു എ is equal to 0 ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷനകത്താണെങ്കിൽ എ ബി is equal to കമ്മ്യൂട്ടേറ്റ് ആയിരിക്കും. ആൻഡ് എ ബി ആർ കോൾഡ് കമ്മ്യൂട്ടേറ്റിംഗ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യുന്നില്ല, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ എ ക്യാപ്പ് ഇൻറ്റു ബി ക്യാപ്പ് എഫ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ക്യാപ്പ് ആൻഡ് എ ക്യാപ്പ് എഫ് എക്സ്, ദെൻ എ ആൻഡ് ബി ആർ നോട്ട് കമ്മ്യൂട്ട് ആൻഡ് എ ബി ആർ കോൾഡ് നോൺ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റർ. അങ്ങനെ ഒരു കേസിനകത്ത് എന്ത് വരും? എ ക്യാപ്പ് ഇൻറ്റു ബി ക്യാപ്പ് മൈനസ് ബി ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് നോട്ട് ഈക്വൽ ടു 0. സോ ദ ടു ഓപ്പറേറ്റർ എ ആൻഡ് ബി ആർ സെഡ് ടു ബി not to commute each other if their commutator is not 0 operator. അതിൻ്റെ കമ്മ്യൂട്ടേറ്റർ 0 അല്ല, അതിനൊരു വാല്യൂ ഉണ്ട്. അതേസമയം ഇഫ് എ ബി അല്ലെങ്കിൽ എ ക്യാപ്പ് മൈനസ് ബി ക്യാപ്പ് എ ക്യാപ്പ് ഇൻറ്റു ബി ക്യാപ്പ് മൈനസ് ബി ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരുന്നു? ദീസ് ടു ഓപ്പറേറ്റേഴ്സ് ആർ കമ്മ്യൂട്ട് ആൻഡ് ദെയർ കമ്മ്യൂട്ട് ആൻഡ് if their commutator is 0 operator, അതിൻ്റെ കമ്മ്യൂട്ടേറ്ററും 0 ഓപ്പറേറ്റർ ആയിരിക്കും. അതേസമയം എ ക്യാപ്പ് ഇൻറ്റു ബി ക്യാപ്പ് മൈനസ് ബി ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദ ടു ഓപ്പറേറ്റർ നോട്ട് ടു കമ്മ്യൂട്ട് ഈച്ച് അതർ, ദെൻ ഇഫ് ദെയർ കമ്മ്യൂട്ടേറ്റർ ഈസ് നോട്ട് ടു എ 0 ഓപ്പറേറ്റർ. ഇത് 0 ഓപ്പറേറ്റർ ആവില്ല, ഇവിടെ 0 ഓപ്പറേറ്റർ ആണ്. അപ്പോൾ 0 ആയതുകൊണ്ട് നമ്മൾ ക്യാപ്പ് കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 ഓപ്പറേറ്റർ ആണ്. അപ്പോൾ രണ്ട് ഓപ്പറേറ്റർ തമ്മിൽ കമ്മ്യൂട്ടേറ്റർ ആണെങ്കിൽ എയും ബിയും എന്നുള്ള രണ്ട് ഓപ്പറേറ്റർ ആർ സെഡ് ടു ബി കമ്മ്യൂട്ട് ഈച്ച് അതർ ഇഫ് ദെയർ കമ്മ്യൂട്ടേറ്റർ ഈസ് എ 0 ഓപ്പറേറ്ററും. അപ്പോൾ എയും ബിയും നോട്ട് കമ്മ്യൂട്ടേറ്റർ ആണെങ്കിൽ ഇഫ് ദെയർ കമ്മ്യൂട്ടേറ്റർ ഈസ് നോട്ട് 0 ഓപ്പറേറ്റർ ആയിരിക്കും. കുറേ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻ വരേണ്ട ഒരു എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് ഓപ്പറേറ്റർ പറഞ്ഞു, എയും ബിയും എന്നാണ്. എ എന്ന് പറഞ്ഞാൽ ബൈ ഡി എക്സും ബി എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിനകത്ത് കമ്മ്യൂട്ടിലെ എ ക്യാപ്പ് ഓഫ് ബി ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ക്യാപ്പ് ഇൻറ്റു ബി ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എ എന്താ പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻറ്റു ബി എന്തിട്ടാ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താ എക്സ് സ്ക്വയർ. അപ്പോൾ ആദ്യം എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ കഴിയുമ്പോൾ x3 കിട്ടും. x3യുടെ ഡി ബൈ ഡി എക്സ് കഴിയുമ്പോൾ 3x സ്ക്വയർ എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഇനി നമ്മൾ ഇനി അടുത്ത ടേംസിലെടുക്കാം. ബി ഓഫ് എ ഓഫ്, ഇതിപ്പോൾ എ ബിയുടെ എടുത്തു, എ ഓഫ് ബി ഓഫ് എടുത്ത്, ഇനി ബി ഓഫ് എ ഓഫ് നമുക്കിവിടെ നോക്കാം. ദെൻ ബി ക്യാപ്പ് ഓഫ് എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ ചെയ്ത് നോക്കണേ. ബി ക്യാപ്പ് ഓഫ് എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യും? ബി ക്യാപ്പ് ഇൻറ്റു എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ്. ബി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കൊടുത്താണ്? എക്സ് എന്നുള്ളൊരു ഓപ്പറേറ്റർ ഇൻറ്റു എ ക്യാപ്പ് എന്താ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്താ എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ. അപ്പോൾ രണ്ട് പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ ഇത് രണ്ട് സെയിം ആണ്. എ ബി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി എ ഓഫ് എഫ് ഓഫ് എക്സ് ആണോ? അല്ല. നമ്മൾ നോക്കുമ്പോഴേക്കും രണ്ടും രണ്ട് വാല്യൂ, ഒന്ന് 3x സ്ക്വയർ എന്നുള്ള വാല്യൂ, രണ്ടാമത്തേന് 2x സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ഓപ്പറേറ്റർ എടുത്ത് ആ ഓപ്പറേറ്റർ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കി. എ ഇൻറ്റു ബി is equal to ബി ഇൻറ്റു എ എന്നുള്ള രീതിയിലാണെന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യം എ ഇൻറ്റു ബി ചെയ്ത് നോക്കി, അപ്പോൾ നമുക്ക് 3x സ്ക്വയർ കിട്ടി. നമ്മളിൻ്റെ ബി ഇൻറ്റു എ എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കി, അപ്പോൾ 2x സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എയും ബിയും രണ്ട് ഓപ്പറേറ്റർ ആണ്. സോ ഇവിടെ നമുക്ക് എന്തായി? എ ക്യാപ്പ് ഓഫ് ബി ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ക്യാപ്പ് ഓഫ് എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദ ടു ഓപ്പറേറ്റേഴ്സ് ആർ നോൺ കമ്മ്യൂട്ടിംഗ് ആണ്. ഓക്കെ, ഇനി നമ്മളതിൻ്റെ
ഒരു എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ച് വായിക്കാം. There is a direct relationship between commutability or non-commutability of two operators and simultaneous measurability of the precise value of the two physical quantities for which operators stand for it. എന്താണ് ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്തിൻ്റെയൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? കമ്മ്യൂട്ടബിലിറ്റി ഓർ നോൺ കമ്മ്യൂട്ടബിലിറ്റി ഓഫ് ടു ഓപ്പറേറ്റർ, രണ്ട് ഓപ്പറേറ്ററിൻ്റെ കമ്മ്യൂട്ടബിലിറ്റി ആണോ നോൺ കമ്മ്യൂട്ടബിലിറ്റി ആണോ അത് വെച്ച് എന്തുമായിട്ട് രണ്ട് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലാണ്? simultaneous measurability of the precision value of the two physical quantity for which the operators stand for. ആ ഓപ്പറേറ്റേഴ്സ് എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ മെഷർമെൻറ്റിൻ്റെ പ്രിസിഷനാണ്, ആ പ്രിസിഷൻ രണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുമെന്നുള്ളതിനെ കൊണ്ട് ഒരു കോറിലേഷൻ ഉണ്ട്. ആ കോറിലേഷനാണ് ഇവിടെ പറയുന്നത്. ഇഫ് ടു ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട്, രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ആണെങ്കിൽ then the simultaneous measurement of precision values of both the physical quantities for which the two operators stand for is possible. ഇപ്പോൾ രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് സൈമിൾട്ടേനിയസ്ലി ദ മെഷർമെൻറ്റ് ഓഫ് പ്രിസൈസ് വാല്യൂ ഓഫ് ബോത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫോർ വിച്ച് ദ ടു ഓപ്പറേറ്റേഴ്സ് സ്റ്റാൻഡ് ഫോർ ഈസ് പോസിബിൾ. ഫോർ വിച്ച് ദ ടു ഓപ്പറേറ്റേഴ്സ് സ്റ്റാൻഡ് ഫോർ, എന്തിനു വേണ്ടിയാണ് ആ ഓപ്പറേറ്റർ സ്റ്റാൻഡ് ചെയ്യുന്നത്? ആ ഇതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ടും നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും, പ്രിസൈസ് ആയിട്ട്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുകയാണ്, ഇഫ് ടു ഓപ്പറേറ്റേഴ്സ് ഡു നോട്ട് കമ്മ്യൂട്ട്. കമ്മ്യൂട്ട് എന്തോ നോൺ കമ്മ്യൂട്ട് എന്താണെന്നൊക്കെ നമ്മൾ കണ്ട്. എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്നുള്ളതാണ് കമ്മ്യൂട്ട്. എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്നുള്ളതാണ് നോൺ കമ്മ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഓപ്പറേറ്റേഴ്സ് ഡു നോട്ട് കമ്മ്യൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? ദ സൈമിൾട്ടേനിയസ് മെഷർമെൻറ്റ് ഓഫ് ദി പ്രിസൈസ് വാല്യൂ ഓഫ് ബോത്ത് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, സൈമിൾട്ടേനിയസ് മെഷർമെൻറ്റ് ഒരുമിച്ചുള്ള മെഷർമെൻറ്റ് ഓഫ് ദി പ്രിസൈസ് കൃത്യതയോടെയുള്ള വാല്യൂ ഓഫ് ദി ബോത്ത് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫോർ വിച്ച് ദ ടു ഓപ്പറേറ്റേഴ്സ് സ്റ്റാൻഡ് ഫോർ ഈസ് നോട്ട് പോസിബിൾ, സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ പഠിക്കുന്നു. ആ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് ആ കമ്മ്യൂട്ടേറ്റ് ഓപ്പറേറ്ററും നോൺ കമ്മ്യൂട്ടേറ്റ് ഓപ്പറേറ്ററും തന്നെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ആണെങ്കിൽ നമുക്ക് ആ ഓപ്പറേറ്റേഴ്സ് എന്ത് ഫംഗ്ഷനെയാണോ എന്തിനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. എപ്പോൾ? ആ ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ആണെങ്കിൽ. അത് നോട്ട് കമ്മ്യൂട്ട് ആണെങ്കിൽ നമുക്ക് രണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ റിലേഷൻഷിപ്പിലുള്ള സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, അത് ഡു നോട്ട് കമ്മ്യൂട്ട് ആയിട്ടുള്ള രണ്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് പ്രിസൈസ് ആയിട്ട് രണ്ട് വാല്യൂസിനെ മെഷർ ചെയ്യാൻ പോസിബിൾ അല്ല. അതൊന്ന് ദാറ്റ് റിഫ്ലെക്ട്സ് ദി ഫേമസ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിയും പൊസിഷനും മൊമെൻറ്റവും നമുക്ക് സൈമിൾട്ടേനിയസ് പ്രിസൈസ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം മാറിയിട്ടുണ്ടാകാം. മൊമെൻറ്റം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടാകാം. അപ്പോൾ അതെന്താ? നമ്മുടെ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ നോട്ട് കമ്മ്യൂട്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. The mathematical basis of this principle is that operators associate with the momentum and position. നമ്മുടെ ഹൈസൻബർഗ് പ്രിൻസിപ്പിളിനകത്ത് മൊമെൻറ്റും പൊസിഷനാണ് പറയുന്നത്. എന്തിൻ്റെ? ഓഫ് മൂവിങ് സബാറ്റോമിക് പാർട്ടിക്കിൾസ്. ആ രണ്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ബോത്ത് ആർ ദി നോൺ കമ്മ്യൂട്ട്, ഹെൻസ് ടു ക്വാണ്ടിറ്റീസ് കാനോട്ട് ബി മെഷേർഡ് സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ മൊമെൻറ്റും പൊസിഷനും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മൊമെൻറ്റും പൊസിഷനും എന്ന് പറയുന്നത് രണ്ടും നോൺ കമ്മ്യൂട്ട് ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ആ ഹൈസൻബർഗ് പ്രിൻസിപ്പിലിറ്റി നമുക്ക് ഇത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും പ്രോഡക്റ്റ് കണ്ടു. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് ദി ഒരു ഓപ്പറേറ്റർ, ഓപ്പറേറ്റർ ആണെങ്കിൽ ദാറ്റ് ഈസ് എ ക്യാപ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ക്യാപ് എഫ് ഓഫ് എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് നമ്മൾ എ ഇൻറ്റു ബിയുടെ സ്ഥലത്ത് എ ഇൻറ്റു എ ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള മീനിങ് തന്നെയാണ്. അപ്പോൾ എ ഇൻറ്റു എ ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ആണ്. നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എ സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ്, എ ക്യാപ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ക്യാപ് ഓഫ് ഇൻറ്റു എ ക്യാപ് ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആയിരിക്കും. 2x ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x ഇസ് ഈക്വൽ ടു 2 എന്ന് വരും.
Therefore, hence d by dx of x square is equal to d square by dx square എന്ന് വരും. d square by dx square. That is d by dx of d by dx then d by x square is equal to d square by dx square. രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് സെയിം ആണെന്നാണ്. ദാറ്റ് ഈസ് എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് is equal to a into f of x സെയിം ആണെന്നാണ് പറയുന്നത്. ഓക്കെ.